പ്രമുഖ വ്യവസായി എം.എ. യൂസഫലിയുടെ നേതൃത്വത്തിലുള്ള ലുലു ഗ്രൂപ്പിന്റെ പുതിയ മാൾ കോട്ടയം മണിപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ ലുലുവിന്റെ 5ാമത്തെ മാളാണിത്. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഫാഷൻ, ലുലു കണക്ട് എന്നിവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മിനി മാളാണിത്. കോഴിക്കോട്, പാലക്കാട് എന്നിവിടങ്ങളിലെ മിനി മാളുകൾക്ക് സമാനമാണിത്. കൊച്ചി, തിരുവനന്തപുരം എന്നിവയാണ് കേരളത്തിലെ ലുലുവിന്റെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ. 2004 എം.എ. യൂസഫലിയും സഹോദരൻ എം.എ. അഷ്റഫ് അലിയും ചേർന്ന് ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാൾസ് പ്രൈവറ്റ് ലിമിറ്റഡിന് രൂപം കൊടുക്കുന്നത്. ഷോപ്പിംഗ് മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, അമ്യൂസ്മെന്റ് സെന്ററുകൾ, ഹോട്ടലുകൾ, മറ്റ് സമാനമായ പദ്ധതികൾ എന്നിവയാണ് കമ്പനിക്ക് കീഴിൽ വരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ തുടങ്ങിവച്ച ഷോപ്പിംഗ് മാൾ സംസ്കാരത്തിന്റെ പിന്തുടർച്ചയായിരുന്നു പിന്നെ കേരളത്തിൽ കണ്ടത്. രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ട് 11 വർഷം കഴിഞ്ഞെങ്കിലും ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോഴും ലാഭത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ക്രെഡിറ്റ് റേറ്റിംഗ് സ്ഥാപനമായ ICRAയുടെ റിപ്പോർട്ട് പ്രകാരം 2024 സാമ്പത്തിക വർഷത്തിൽ 130.2 കോടി രൂപയാണ് കമ്പനിയുടെ നഷ്ടം. 2023 സാമ്പത്തിക വർഷത്തെ 205.8 കോടി രൂപയുമായി നോക്കുമ്പോൾ നഷ്ടം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ വരുമാനം 4384.8 കോടി രൂപ ആയിട്ടുണ്ട്. മുൻ സാമ്പത്തിക വർഷം ഇത് 3243.4 കോടി രൂപയായിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വരുമാനം 30 മുതൽ 35% വർദ്ധിക്കുമെന്നാണ് ICRA കണക്കാക്കുന്നത്. ഈ വർഷം 500 മുതൽ 550 കോടി രൂപയും 2025-2026 600 മുതൽ 650 കോടി രൂപയും ചെലവഴിച്ച് പുതിയ ഹൈപ്പർ മാർക്കറ്റുകളും മാളുകളും നിർമ്മിക്കാൻ കമ്പനി ഉദ്ദേശിക്കുന്നുണ്ട്. വായ്പകളെ ആയിരിക്കും ഇതിന് പ്രധാനമായും ആശ്രയിക്കുക. 2013 മാർച്ചിലാണ് 1600 കോടി രൂപ ചെലവിൽ 25 ലക്ഷം ചതുരശ്ര അടിയിൽ കേരളത്തിലെ ആദ്യ ലുലു മാൾ കൊച്ചിയിൽ തുടങ്ങിയത്. ലുലുവിന്റെ രാജ്യത്തെ ആദ്യത്തെ മാളുമാണിത്. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഫാഷൻ സ്റ്റോർ, ലുലു കണക്ട്, ലുലു സെലിബ്രേറ്റ്, ലുലുവിന്റെ അമ്യൂസ്മെന്റ് പാർക്കായ ഫൺട്യൂറ തുടങ്ങിയ ലുലുവിന്റെ സ്റ്റോറുകൾ തന്നെയാണ് മാളിന്റെ മുഖ്യ പങ്കും വഹിക്കുന്നത്. ദേശീയ, അന്തർദേശീയ ബ്രാൻഡുകളുടെ സ്റ്റോറുകളും ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ മാരിയറ്റ് ഹോട്ടൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായി ചേർന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലായ കൊച്ചി മാരിയറ്റ് ഹോട്ടലും ഇവിടെ പ്രവർത്തിക്കുന്നു. കൊച്ചി മാൾ വലിയ വിജയമായതിനെ തുടർന്നാണ് തിരുവനന്തപുരത്ത് ബിഗ് ഫോർമാറ്റ് മാളുമായി എത്തുന്നത്. 2021 ഡിസംബറിൽ 2000 കോടി രൂപ ചെലവിൽ 20 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ആക്കുളത്ത് NH ബൈപ്പാസിന് സമീപം ലുലു മാൾ നിർമ്മിച്ചത്. 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റും 12 മൾട്ടിപ്ലക്സ് സ്ക്രീനുകളും 80,000 ചതുരശ്ര അടിയിൽ കുട്ടികൾക്കുള്ള എന്റർടൈൻമെന്റ് സെന്ററും 2500 പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോർട്ടുമാണ് ഇവിടുത്തെ ആകർഷണം. 8 നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രത്തിൽ 3500-ലേറെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. 2021 ഒക്ടോബറിൽ ബംഗളൂരുവിലാണ് കേരളത്തിന് പുറത്ത് ആദ്യത്തെ മാൾ തുറക്കുന്നത്. പിന്നീട് 2023 സെപ്റ്റംബറിൽ ഹൈദരാബാദിലെ മഞ്ചീര മാളിനെ ലീസിനെടുത്ത് പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഇന്ത്യയിലാകെ 12 സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റുകളുമുണ്ട്. കേരളത്തിൽ കോട്ടയത്തേതുൾപ്പെടെ 7 എണ്ണവും പ്രവർത്തിക്കുന്നു. ലക്നൗ മാൾ മറ്റൊരു ഗ്രൂപ്പ് കമ്പനിക്ക് കീഴിലാണ് വരുന്നത്. കൊല്ലം ജില്ലയിലെ കൊട്ടിയത്തും തൃശൂരിലും ലുലു ഡെയിലി സൂപ്പർ മാർക്കറ്റ് ഈ മാസം തന്നെ തുറക്കും. തിരൂർ, പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് നിർമ്മാണവും പുരോഗമിക്കുകയാണ്.